ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് വിജയ്. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാനിപ്പോൾ +2ലാണ് പഠിക്കുന്നത്. എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ചേച്ചിക്ക് 8 വയസ്സ് ആയപ്പോഴാണ് ചേച്ചിയുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നെയാണ് എൻ്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത്. 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ടായത്. ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. കമ്പനിയിലെ ഓരോ മീറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായി അവർ രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. ചെറുപ്പം തൊട്ടേ ചേച്ചി എന്നോടൊരു അകലം പാലിച്ചിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവർ തന്ന ബുക്കൊക്കെ വായിച്ചാണ് അതിനു ശേഷമാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചേച്ചി കാണാൻ നല്ല സുന്ദരിയാണ്. എൻ്റെ അമ്മ നല്ല വെളുത്തിട്ടാണ്. ചേച്ചിക്കും അമ്മയുടെ അതേ വെളുപ്പ് കിട്ടിയിട്ടുണ്ട്. ചേച്ചിക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ നല്ല താല്പര്യമാണ്. എനിക്ക് സ്കൂളില്ലാത്ത ദിവസം അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഞാനും ചേച്ചിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടാവുക. ചേച്ചി വീട്ടിലെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കും. എന്നോട് അത്യാവശ്യം മാത്രമേ സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് അച്ഛനും അമ്മയ്ക്കും കമ്പനിയിലെ ഒരു മീറ്റിംഗ്, അതും ദുബായിൽ. 3 ദിവസം വീട്ടിൽ ഉണ്ടാവില്ല. അന്നൊരു ഞായറാഴ്ച ദിവസം അച്ഛനും അമ്മയും എന്നെയും ചേച്ചിയും വിളിച്ചിട്ട് തിങ്കളാഴ്ച കമ്പനിയിലെ മീറ്റിങ്ങിന് പോവുകയാണ്, 3 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. നീ ചേച്ചിയുമായി വഴക്കൊന്നും ഉണ്ടാക്കരുത്, ചേച്ചി പറയുന്നതെല്ലാം നീ അനുസരിക്കണം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞാൽ മതി എന്ന് അച്ഛൻ ചേച്ചിയോടും പറഞ്ഞു. ഞാൻ +2ലാണ് പഠിക്കുന്നത്. +2ലെ അവസാന എക്സാമിൻ്റെ സ്റ്റഡി ലീവാണ്. തിങ്കളാഴ്ച രാവിലെ അച്ഛനും അമ്മയും പോയി. ചേച്ചി വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യുകയാണ്. ഞാൻ റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നത്. ബുക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വായിച്ചു കഴിഞ്ഞു, നിനക്ക് വേണോ അതോ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ? എടാ എനിക്ക് വേണം, എൻ്റെ കയ്യിലുള്ള ബുക്കെല്ലാം പഴയതായി. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ബിബിൻ എന്നാണ്. എൻ്റെ വീട് കഴിഞ്ഞ് ഒരു 4 വീട് അപ്പുറത്താണ് അവൻ്റെ വീട്. പക്ഷേ എങ്ങനെ പോകും? ചേച്ചി വിടില്ല. പറയാതെ പോയാൽ അത് വലിയ പ്രശ്നമാകും. ഞാൻ ഒരു നോട്ട്ബുക്ക് കയ്യിലെടുത്തു. ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട്, ചേച്ചി ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ബുക്കാണ്, ഞാനിതവന് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ്റെ വീട്ടിൽ പോയി ബുക്ക് വാങ്ങി ഞാൻ തിരിച്ചു വന്നു. ചേച്ചി അകത്ത് ജോലിയിലാണ്. ഞാൻ വന്നത് ചേച്ചി കണ്ടില്ല. ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. റൂമിലിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി. വായന എല്ലാം കഴിഞ്ഞ് കസാരയിൽ നിന്ന് എണീറ്റപ്പോഴാണ് റൂമിലെ കണ്ണാടിയിൽ ഞാൻ ചേച്ചിയെ കണ്ടത്. ബുക്ക് വായിക്കാനുള്ള ആവേശത്തിൽ ഞാൻ റൂമിൻ്റെ കതകടയ്ക്കാൻ മറന്നു. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ ആണല്ലോ. ആ സമയം കൊണ്ട് റൂം വൃത്തിയാക്കാനാണ് ചേച്ചി വന്നത്. അച്ഛനും അമ്മയും വരട്ടെ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും. ചേച്ചി പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു കേട്ട് ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കുമോ എന്നെന്നോട് ചോദിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നീ ഒന്നും ഇല്ലാതെ നിൽക്ക്. എൻ്റെ മോനെയാണ് ചേച്ചി നോക്കുന്നത്. ചേച്ചി മോനെ കയ്യിലെടുത്തത്. അപ്പോഴേക്കും അവൻ ഉണർന്നു. അപ്പോൾ ചേച്ചി കട്ടിലിൽ ഇരുന്നു. ഇനി ഇങ്ങനെയെല്ലാം നീ എന്നും ചെയ്യണം. എല്ലാം ഞാൻ അനുസരിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.